തദ്ദേശ വാർഡ് പുനർവിഭജനത്തിനുള്ള ഓർഡിനൻസ് മടക്കി അയച്ചത് സാങ്കേതിക നടപടിക്രമം മാത്രമാണെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയില്ലാതെ ഓർഡിനൻസ് പരിഗണിക്കാൻ പോലുമാകില്ല എന്നാണ് ഗവർണർ പ്രതികരിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി കാത്തിരിക്കുന്ന സർക്കാർ നടപടിക്രമങ്ങൾ വൈകിയാൽ ബില്ല് കൊണ്ടുവരുന്നതും പരിഗണിക്കുന്നുണ്ട്. സാങ്കേതിക കാരണം ചൂണ്ടിക്കാട്ടിയാണ് തദ്ദേശ വാർഡ് പുനർവിഭജനത്തിനുള്ള ഓർഡിനൻസ് ഗവർണർ മടക്കി അയച്ചത്. എങ്കിലും ഗവർണറുടെ നടപടി പുതിയ പോർമുഖം തുറക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണോ എന്ന സംശയം സർക്കാരിനുണ്ട്. പക്ഷേ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതുകൊണ്ടാണ് ഓർഡിനൻസ് പരിഗണിക്കാത്തതെന്നാണ് ഗവർണറുടെ വിശദീകരണം. We have only technically pointed out that the model code of conduct is in force till 4th of June. Before that, it will not be right. Without the clearance, even consideration will not be right without clearance from the election commission. This is what we have said. രാജ്ഭവൻ ഓർഡിനൻസ് മടക്കിയതിനു പിന്നാലെ തന്നെ സർക്കാർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരുന്നു. കമ്മീഷന്റെ അനുമതി ലഭിച്ചാലും ഓർഡിനൻസിൽ ഗവർണർ ഒപ്പിടുമോ അതോ മറ്റെന്തെങ്കിലും ഉടക്കിട്ട് പുതിയ പ്രതിസന്ധി തീർക്കുമോ എന്ന ആശങ്കയും സർക്കാരിനുണ്ട്. അങ്ങനെ വന്നാൽ ഓർഡിനൻസിന് പകരം ബില്ല് കൊണ്ടുവരുന്നതും സർക്കാർ പരിഗണിക്കുന്നുണ്ട്. നാളെ ചേരുന്ന മന്ത്രിസഭായോഗം നിയമസഭാ സമ്മേളനത്തിന് തീയതി തീരുമാനിച്ചേക്കും. സഭാ സമ്മേളനം തീരുമാനിച്ചാൽ പിന്നെ ഓർഡിനൻസ് നിലനിൽക്കില്ല. അതുകൊണ്ട് നാളെ തന്നെ സഭാ സമ്മേളനത്തിന് തീയതി നിശ്ചയിക്കുമോ എന്നതിൽ ഉറപ്പുമില്ല. ജൂൺ 10 മുതൽ സഭാ സമ്മേളനം ആരംഭിക്കാനാണ് സർക്കാർ ആലോചന. റിപ്പോർട്ടർ, തിരുവനന്തപുരം.